നല്ല നടനും അഭിനയിക്കാൻ അറിയാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ, ഒരു നല്ല നടൻ നമ്മളൊരു ടേക്ക് എടുക്കുമ്പോൾ എന്തെങ്കിലും ഫോക്കസ് ഔട്ടോ ടെക്നിക്കൽ പ്രശ്നം കാരണം ഒരു ടേക്കും കൂടെ എടുക്കേണ്ടി വന്നാൽ നെക്സ്റ്റ് ടേക്കിൽ ആൾ പെർഫോം ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു രീതിയിലായിരിക്കും. ഇനി അഗെയിൻ ഒരു ടേക്കും കൂടെ വേണ്ടി വന്നാൽ അതും ഈ നേരത്തെ പെർഫോം ചെയ്ത രണ്ടിനേക്കാളും വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കും അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അതേസമയം അഭിനയിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ എല്ലാ ടേക്കിലും ഒരേപോലെ തന്നെ സെയിം എക്സാക്ട്ലി അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല നടന്മാർ, ഇപ്പോൾ മോഹൻലാൽ സാറിൻ്റെ പോലെയുള്ള പ്രതിഭാശാലികളായ ആളുകൾ, അവർ പെർഫോം ചെയ്യുമ്പോൾ ഒരു സബ് കോൺഷ്യസ് ലെവലിലേക്ക് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സബ് കോൺഷ്യസ് ലെവലിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് അവിടെ നിന്നാണ് പെർഫോം ചെയ്യുന്നത്. അവരെന്താണ് പെർഫോം ചെയ്തതെന്നതിനെക്കുറിച്ച് അവർ കോൺഷ്യസ് അല്ല. അതേസമയം നല്ല നടനല്ലാത്ത ആൾ, അയാൾ അഭിനയിക്കുമ്പോഴും കോൺഷ്യസ് ആയിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് എക്സാക്ട്ലി അറിയാം അയാൾ എന്താ അഭിനയിക്കണേ എന്നുള്ളത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മോഹൻലാൽ സാറിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ഒരു ടേക്കും കൂടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം അടുത്ത ടേക്ക് ചിലപ്പം നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അങ്ങനെയുള്ളത് അതിപ്പം അത് ഞാൻ മാത്രമല്ല, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിനും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആൾ ഓരോ ടേക്കിലും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ലാസ്റ്റ് നമുക്ക് തന്നെ ഇതിൽ ഏത് ടേക്ക് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞത് ക്ലീശ ആക്കുന്നില്ല. അദ്ദേഹത്തിനെ പറ്റി ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ.